നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനിയുടെ വിഷ്ണുവേട്ടനല്ലേ? അല്ല, കുറെ ദിവസങ്ങൾ നിന്റെ ഉള്ളിലും പ്രേമത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചതാണല്ലോ. അവനെ ഞങ്ങൾ അങ്ങ് കാലപുരിക്കയക്കാൻ തീരുമാനിച്ചു. അന്നത്തെ ബഹുമാനിക്കുന്നുണ്ട്. അന്നം കൊടുത്ത് അന്നം വാങ്ങാനുള്ള കഴിവ് ഓടേ തമ്പുരാൻ എന്റെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് മാത്രമാ. അതിൽ കളവന്റെ അമ്മ കാണിക്കില്ല. സത്യമ്മ, ഞങ്ങളും മക്കളും കാണിക്കില്ല. പിന്നെ ഞാനാണോടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്? ദേ, എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കെട്ടും ഭാണ്ഡെടുത്ത് ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഹോട്ടലിലോ വീട്ടിലോ പോയി എച്ചിൽ പാത്രം കഴുകി ജീവിച്ചോണം. പിന്നെ സത്യഭാമയുടെ ഈ വീടിന്റെ വാതിൽ നിന്റെ മുന്നിൽ തുറക്കില്ല. രാഘവേട്ട, എനിക്കിനി ആ കുടുംബമായിട്ടുള്ളത് ദേഷ്യമല്ല, പകയാ. പക. ശാരദ ചത്തു വെണ്ണീറായി മണ്ണിലടിഞ്ഞാ കൂടി ആ കുടുംബത്തോടുള്ള എന്റെ പക തീരില്ല. ഈ പൂങ്കണ്ണീരിൽ എന്റെ മക്കള് വീഴുമായിരിക്കും. പക്ഷേ സത്യഭാമയെ വീഴ്ത്താൻ കണ്ണീന്ന് കടലിറങ്ങി വരണം. കടല് പറ്റുമോ നിനക്ക്? മാറി നിക്കടി, മാറി നിക്കടി അങ്ങോട്ട്. അയ്യോ, കരയണ്ടമ്മേ, പപ്പിമോൾക്ക് സങ്കടാവും. നമ്മൾ സങ്കടപ്പെടണം മോള്. ഒന്നുമില്ലാത്തവർക്ക് കൂട്ടായിട്ട് കണ്ണീരും കരച്ചിലും മാത്രമേ കാണൂ. ഒന്ന് ആത്മാർത്ഥമായിട്ട് ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം നമ്മുടെ അവസ്ഥ ഇപ്പൊ അതാ. സഹിക്കാവുന്ന അത്രയും സഹിക്കാം. ഭാമയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശ്യാമേ. കലികാലം അല്ല, എന്താ പറയാ, എങ്ങനെയുണ്ടടി നിന്റെ ഇവിടുത്തെ താമസമൊക്കെ? സുഖാണോ? ഓ, നിന്റെ വാ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണല്ലോ. ഞാനതങ്ങ് മറന്നു. കുഴപ്പമില്ല, ഞാനതങ്ങ് മാറ്റാം. പിന്നെ ഇത് മാറ്റിയെന്നും പറഞ്ഞ് അലറി കരഞ്ഞാലൊന്നും ഒരു കുഞ്ഞു ഇതിനകത്തേക്ക് ഓടിക്കേറി വരില്ല. ഈ കെട്ടിടത്തിന് അങ്ങനൊരു ഗുണമുണ്ട്, ശബ്ദം പുറത്തേക്ക് പോവില്ല. പിന്നെ വാ മൂടി കെട്ടിയത് അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാ. നിന്നെ പോലുള്ള തരികിടയ്ക്ക് എപ്പോഴും 2 വടം കൊണ്ടുള്ള കെട്ട് നല്ലതാ. ഇല്ലെങ്കിൽ നീ നിന്റെ അലിക്കുലത്തെ സ്വഭാവം കാണിക്കും. എന്തിനാ ദ്രോഹിക്കുന്നേ? ആ, ഈ ചോദ്യം നിന്നോട് തന്നെയാണ് എല്ലാരും ചോദിക്കാറുള്ളത്. കാലചക്രം ഒന്ന് തിരിഞ്ഞപ്പോ വാദി പ്രതിയായെന്ന് കരുതിയാ മതി. ഈ ഭൂമിയിൽ തന്നെയാ സ്വർഗവും നരകവും എന്ന് വിശ്വസിക്കുന്നവളാ ഈ മധുശ്രീ. സത്യഭാമയുടെ ഒപ്പം ഭാവി മരുമകളാകാൻ കച്ചകെട്ടി നീ നിന്നില്ലേ? അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ. അത് തന്നെയാ നിന്റെ ജീവിതത്തിലെ സ്വർഗവും. ഇനിയുള്ളത് ഈ മധുശ്രീയുടെ കൂടെയാ. കാലിന് കഞ്ഞി വെച്ച് കൊടുത്തവളായ മധുശ്രീയുടെ കൂടെ. അപ്പൊ പിന്നെ ഇത് നിനക്ക് നരകമാവാതെ വേറൊരു നിവൃത്തിയില്ല മോളെ. പിന്നെ ദൈവത്തെ വിളിച്ച് എന്റെ മകൾക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല. അത്രയ്ക്ക് നല്ലതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പൊ വന്നതേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ. നിന്റെ വിഷ്ണുവേട്ടനില്ലേ? ആ, അത് പറയും പോലെ നിന്റെ അല്ലല്ലോടി, ശാലിനിയുടെ വിഷ്ണുവേട്ടനല്ലേ? അല്ല,
കുറെ ദിവസങ്ങൾ നിന്റെ ഉള്ളിലും പ്രേമത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചതാണല്ലോ. അവനെ ഞങ്ങളങ്ങ് കാലപുരിക്കയക്കാൻ തീരുമാനിച്ചു. ഇപ്പോ അവൻ ഹോസ്പിറ്റലിലാ, രക്തം ഛർദ്ദിച്ചോണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് അവന്റെ വായ്ക്കരി എത്താറായെന്ന. മൊത്തത്തില് വീട്ടുകാരെയൊക്കെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞേക്കുവാ. ഈശ്വര, ഈശ്വരയുടെ ആപത്തും വരുത്തരുത്. അവനൊരു ആപത്തും വരുത്താതെ മുകളിലേക്ക് എടുക്കാൻ അവൾക്കറിയാടി. ഇനി എന്തായാലും അവൻ അതിന്ന് തിരിച്ചു വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൂടലും പണ്ടവും വരെ ഛർദിച്ച് പുറത്തു വന്നുന്നാ ഞാൻ കേട്ട റിപ്പോർട്ട്. അത്രയ്ക്ക് കൊടിയ വിഷമല്ലേ ചോറിൽ ചേർത്ത് കൊടുത്തത്. അതിന്റെ കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. അല്പം കഴിച്ചാലോ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാനോ കഴിഞ്ഞില്ല. ഒരു പട്ടടയിൽ ഒന്നിച്ച് വെന്ത് തീരാനുള്ള ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി തരാത്. എന്നെ എന്തിനാ ഇങ്ങനെയിട്ട് കൊല്ല ചെയ്യുന്നേ? എന്നെ തുറന്നു വിട്. ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. നിങ്ങളുടെ ആരുടെയും കൺമുന്നിൽ പോലും ഞാൻ വരില്ല. അങ്ങനെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടൊക്കെയാണോടി ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടത്. നിന്നെ നോക്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതും. നീ പെടയ്ക്കാതെ, നിന്റെ നമ്പരും വരും. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. അറുക്കാനിട്ടിരിക്കുന്ന മാടിനെ കണ്ടിട്ടില്ലേ? അറുക്കുന്നതിന് തൊട്ടു മുൻപ് വരെ നമ്മളതിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. മാട് എന്താ കരുതുക? വളർത്തുന്നവന് സ്നേഹം ചുണ്ടിലൂറി നടക്കുകയാണെന്ന്. ഒന്നുമില്ല, അറുക്കുന്നതിന് മുൻപുള്ള പതിവ് കലാപരിപാടിയാ. അതുപോലെ തന്നെയാ ഇതും. നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാ നിന്റെ ഗതി ഇത് തന്നെയാ. മധുശ്രീ, എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ആഴം. അതിന്റെ പ്രതിഫലനമാ ഞാൻ ഈ അനുഭവിക്കുന്നതല്ല. അതിനെന്നെ പ്രേരിപ്പിച്ചത് നീയാ. അപ്പോ അതിനെനിക്ക് ദൈവം തന്ന ശിക്ഷ ഇതാണെങ്കിൽ നിനക്ക് എന്തായിരിക്കും വരാൻ പോകുന്നതെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. വെള്ളം ഇറങ്ങി ചാവില്ല നീ. ഇത്രയും ക്രൂരമായി ഞാൻ പറയുന്നത് അത്രയും സങ്കടം മനസ്സിലുള്ളതുകൊണ്ടാ. നിന്റെ സമയം ഏതാണ്ട് തീരാറായി കാർത്തികേ. ഇനി നിന്റെ നാവ് ഒരിക്കൽ കൂടി എന്റെ നേരെ ശാപവാക്കുകളുമായി തിരിഞ്ഞ നീ പിന്നെയില്ല. ഒരെണ്ണത്തിന്റെ മരണമണി മുഴങ്ങുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നതിനിടയില് നിന്റെ ചാവടിയന്തരത്തിന് കൂടി കൂടാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ നിന്റെ കാര്യത്തിനൊരു അവധി കൊടുത്തത്. പക്ഷേ നീ സമ്മതിക്കുന്നില്ല. മരണം ഏറ്റുവാങ്ങാൻ നീ തയ്യാറെടുത്തു കഴിഞ്ഞു. സ്വന്തം കുഴി തോണ്ടാൻ തുനിഞ്ഞിറങ്ങിയവൾക്ക് കല്ലറയല്ലാതെ മറ്റൊന്നും തുറന്നെടുക്കാൻ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലവന്റെ മരണവിവരം ഒന്ന് അറിയട്ടെ. എന്നിട്ടാവാം നിന്റെ കൊരവള്ളി പൊട്ടിക്കുന്ന ചടങ്ങ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.